സംഭവം അധ്യായം 1. അസ്കർ അലി നായകനായ ഏറ്റവും പുതിയ സിനിമയാണ്. അതൊരു ടൈം ലൂപ്പ് മൂവിയാണ്. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ കുറേ ഡൗട്ടുകളൊക്കെ ഉണ്ടായി. അപ്പം എനിക്ക് മനസ്സിലായ ഈ ടൈം ലൂപ്പ് മൂവി എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സിനിമയാണ്. ഇത്തരത്തിലുള്ള സിനിമകൾ ഞാൻ കാണാറുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. ഈ സിനിമ നടക്കുന്നൊരു ടൈം ലൂപ്പിനെ ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ടൈറ്റിൽ സംഭവം എഴുതുന്നതിനകത്ത് തന്നെ കുറച്ച് വെട്ടിയ പാടും വെടികൊണ്ട പാടും ഒക്കെ കൊടുത്തിരിക്കുന്നത്. അതായത് രക്തച്ചൊരിച്ചിൽ മൂലമുണ്ടായ ഒരു കാര്യത്തെ ബേസ് ചെയ്തിട്ടാണ് ഈ പടം ഉണ്ടായിരിക്കുന്നത്, ഈ സിനിമ ഉണ്ടായിരിക്കുന്നത്. ഈ ടൈം ലൂപ്പിൽ നമ്മൾ കാണുന്നത് 2024 ആണെന്ന് കരുതിയിട്ടാണ് നമ്മൾ കാണുന്നത്. ശരിക്കും ഈ ലൂപ്പ് തുടങ്ങിയിരിക്കുന്നത് പോർച്ചുഗീസുകാരാണ് ആയ ആളുകൾ ഇവിടെ വന്നതിന് ശേഷമാണ്. അവരുടെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 1500 1600 ആണല്ലോ. അപ്പോൾ ആ കാലഘട്ടത്തിൽ തുടക്കകാലത്തിൽ എപ്പോഴാണ് ഈ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അന്ന് തുടങ്ങിയതാണ്. 2024 അസ്കർ അലി അല്ലെങ്കിൽ നമ്മുടെ ആനന്ദ് ഈ ലൂപ്പിലേക്ക് വരുന്നത്. അതിനും ഉറപ്പൊന്നും പറയാൻ പറ്റില്ല, അദ്ദേഹം അപ്പോഴാണോ ആ ലൂപ്പിൽ പെട്ടിട്ടുള്ളത് എന്ന് പറയാൻ പറ്റില്ല. എന്നാലും അങ്ങനെയാണ് ഇപ്പം നമ്മൾ പ്രസൻറ്റിൽ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ 2024 അല്ല പ്രസൻറ്റ്, ഏകദേശം. അതായത് നമ്മുടെ അസ്കർ അലിയുടെ മകളാണ് ലാസ്റ്റ് സീനിൽ കാണുന്നത്. അപ്പോൾ അതായത് ആ മകൾക്കൊരു 20 വയസ്സെങ്കിലും കാണുകയല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2024 2044 2045 ആയിരിക്കും പ്രസൻറ്റ് എന്ന് പറയുന്നത്. അതും പ്രസൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പം 2045 പ്രസൻറ്റ് കാലഘട്ടവും 2024 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലഘട്ടമാണ്. അതായത് നമ്മൾ പാസ്റ്റ് ആയിട്ടുള്ള കാലഘട്ടമാണ് ആ സിനിമയിൽ കാണുന്നത്. ഇതിനകത്ത് ആദ്യം തുടങ്ങുമ്പോൾ കാണിക്കുന്ന ഒരു ക്യാരക്ടർ മദാമ, അവർ ശരിക്കും പറഞ്ഞാൽ 1960 കാലഘട്ടത്തിലുള്ള ആളുകളാണ്. അതായത് അവരെ പറ്റി ഈ സിനിമയിൽ പറയുന്നുണ്ട്. 1960 കാലഘട്ടത്തിൽ ഒരു മദാമ അവരുടെ ഭർത്താവിനെ, അതായത് പ്രായം കുറഞ്ഞ ഭർത്താവിനെ കൊന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ കൂടെ നടക്കുന്ന ആൾ, അത് നമ്മുടെ മുത്തുവേൽ, അതായത് ASI, ഈ പടത്തിൽ തന്നെ ASI മുത്തുവേലുണ്ട്. മുത്തുവേലിൻ്റെ അതേ ഷേപ്പുള്ള ആളാണ്. അപ്പം മുത്തുവേലിൻ്റെ അച്ഛനാവാം, മേ ബി മാരിയപ്പനാവാം. മുത്തുവേൽ മാരിയപ്പൻ എന്നാണ് മുഴുവൻ പേരെന്ന് പറയുന്നത്. അപ്പം മാരിയപ്പനാവാൻ ചിലപ്പം ഈ 1960 മദാമയുടെ കൂടെ വന്നതും അയാൾ പറയുന്നുണ്ട് ഈ സ്ഥലം അത്ര നല്ലതല്ലെന്ന്. സെയിം ASI മുത്തുവേലും പറയുന്നുണ്ട്, സാർ ഈ സ്ഥലം അത്ര നല്ലതല്ല, ഇതിനെപ്പറ്റി ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അയാളും പറയുന്നുണ്ട്. പിന്നെ ഈ സിനിമയ്ക്കകത്ത് മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് കാരണക്കാരനായിട്ടുള്ളത് സിദ്ധാർത്ഥ് ഭരതനാണ്. സിദ്ധാർത്ഥ് ഭരതൻ്റെ ക്യാരക്ടർ അവിടേക്ക് ഈ പറഞ്ഞ പ്രഭുവിനെ കൊണ്ടുവരികയും അങ്ങനെ ചാരപ്പണി ചെയ്യുകയാണ് ചെയ്തത്. അയാൾ പറയുന്നുണ്ട്, അയാൾ വിചാരിച്ചാൽ മാത്രമേ, അതായത് ഈ ലൂപ്പ് തുടങ്ങുന്നതിന് കാരണക്കാരനായിട്ടുള്ള സിദ്ധാർത്ഥ് ഭരതൻ പറയുന്നുണ്ട്, രാജാവിനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുക, ആ സംഭവം നടക്കാതിരുന്നാൽ മാത്രമേ ഉള്ളൂ ഈ ലൂപ്പ് അവസാനിക്കുകയുള്ളൂ. എനിവേ ഈ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് പോയി. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 1500 1600 കാലഘട്ടമാണ്. ഇപ്പോൾ വന്ന് നിൽക്കുന്നത് 2045 അല്ലെങ്കിൽ 44 ഒക്കെ ആയിരിക്കാം. നമ്മൾ കാണുന്നത് 2024. 2024 നമ്മുടെ നായകൻ, അതായത് അസ്കർ അലി, ആനന്ദ് എന്ന് പറഞ്ഞ ക്യാരക്ടർ അവിടേക്ക് ചെല്ലുമ്പോൾ അയാൾ ഈ ലൂപ്പിൽ പെടുകയും, എന്നാൽ അയാൾ ജനിക്കുന്നതിന് മുമ്പ് അവിടേക്ക് വന്ന, അതായത് 1994 വന്ന അയാളുടെ അച്ഛനെ കാണുകയും ചെയ്യുകയാണ്. ടൈം ലൂപ്പിൽ അകപ്പെട്ട് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ, അതായത് അവർ 2 മണിക്കൂറായിട്ട് വന്നിട്ടുള്ളൂ, പക്ഷേ പുറത്ത് വർഷങ്ങൾ കഴിഞ്ഞു പോയി, 30ഓളം വർഷങ്ങൾ കഴിഞ്ഞു പോയി. എനിവേ 30 വർഷങ്ങൾക്ക് ശേഷമുള്ള നമ്മുടെ നായകൻ ടൈം ലൂപ്പിൽ പ്രവേശിച്ചപ്പോൾ അവിടെ 2 മണിക്കൂർ മാത്രമേ ആയിട്ടുള്ളൂ അവരുടെ സമയം. അവർ 2 മണിക്കൂർ അവിടെ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ സ്വന്തം അച്ഛനെ അയാൾക്ക് കാണാൻ പറ്റി. മാത്രമല്ല ആ ലൂപ്പിൽ നിന്നും അവർ വന്ന ആ ടൈം ലൈനിലേക്ക് തന്നെ ഇവർക്ക് തിരിച്ച് പ്രവേശിക്കാനും സാധിച്ചു. അതിൻ്റെ അർത്ഥം അസ്കർ അലിയുടെ അച്ഛനെ ഇയാൾക്ക് തിരിച്ചു കിട്ടി. ആ ടൈം ലൈനിൽ അവർക്ക് ഒരുമിച്ച് ജീവിക്കാനും പറ്റി. സെയിം പീറ്ററും അങ്ങനെയാണ് രക്ഷപ്പെട്ടത്. പീറ്റർ ആ സമയത്ത് ഇവരുടെ കൂടെ ഒരുമിച്ച് അവരെ കാറിൽ രക്ഷപ്പെട്ട് പോയപ്പോൾ പീറ്ററുടെ ഭാര്യയുടെ അടുക്കിലേക്ക് പീറ്റർക്ക് പോവുകയും ചെയ്യാം, അവർക്ക് പഴയ പോലെ ജീവിക്കുകയും ചെയ്യാം. ആ ടൈം ലൈനിൽ അവർക്ക് ജീവിക്കാൻ പറ്റും. എന്നാൽ രക്ഷപ്പെട്ട് ഓടുന്ന പീറ്ററുണ്ട്, ജീപ്പിൻ്റെ മുന്നിൽ ഇടിച്ച് മരിക്കുന്ന പീറ്റർ. അയാൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ചെറിയ രക്തസ്രാവം മാത്രമേ ഉള്ളെന്ന് പറഞ്ഞെങ്കിൽ പോലും അയാൾ മരിച്ചുപോയി. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അയാൾ ഒരു പക്ഷേ പുതിയ 2024 അയാൾ വന്നിരിക്കുക. 2024 വരുമ്പോൾ അയാളുടെ പ്രായം വളരെയധികം കൂടിപ്പോവുകയും അയാൾക്ക് പ്രായാധിക്യം മൂലം അയാൾ മരിച്ചു പോവുകയും ചെയ്യും. മേ ബി അങ്ങനെ ആയിരിക്കാം പീറ്റർ മരിച്ചു പോയിട്ടുണ്ടാവുക. എന്നാൽ ആദ്യത്തെ ടൈം ലൈനിൽ അയാൾ അവിടെ ജീവിച്ചിട്ടുണ്ടാവാം. ഇതുപോലെ തന്നെയാണ്
മുത്തുവേൽ എൻ്റെ അച്ഛനാണ് എന്ന് പറയുന്ന പോലീസ് കോൺസ്റ്റബിൾ അല്ല SI, അതായത് തമിഴ്നാട് SI പറയുന്നുണ്ട് എൻ്റെ അച്ഛനാണ് മുത്തുവേൽ, അദ്ദേഹം 30 വർഷങ്ങൾക്ക് മുമ്പ് വനത്തിൽ പോയതാണ്. അയാൾ പക്ഷേ ആ വനത്തിലെ ടൈം ലൂപ്പിൽ മരിച്ചിട്ടുണ്ട്. മരിച്ചതുകൊണ്ട് ഇവർ അയാളെ കൂട്ടാതെ പുറത്തിറങ്ങി പോവുകയും ചെയ്തു. പിന്നീട് ലൂപ്പ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും മുത്തുവേലിന് പുറത്ത് കിടക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അയാൾക്ക് തിരിച്ചു വരാനും സാധിച്ചിട്ടില്ല. ഇതിൽ നമ്മുടെ അസ്കർ അലി, അതായത് നമ്മുടെ നായകന് ഈ ലൂപ്പാണെന്ന് മനസ്സിലാകുകയും ഈ ലൂപ്പിൽ നിന്ന് പുറത്ത് കടക്കാൻ സാധിക്കുകയും ചെയ്തത് അയാൾക്ക് എന്തോ ഇത് കാര്യങ്ങൾ ഓർത്തു വെക്കാൻ സാധിക്കുന്നുണ്ട്. ലൂപ്പിൽ പെടുന്നതിനെ പറ്റി ബോധവാനാകുന്നതുകൊണ്ടാണ് അയാൾ ആ ലൂപ്പാണെന്ന് അയാൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. മറ്റുള്ളവർ ലൂപ്പിൽ പെടുന്നത് ഉണ്ടെങ്കിലും അവർക്കത് ഓർക്കാൻ കഴിയുന്നില്ല. ഇതിൽ നിന്ന് എങ്ങനെ പുറത്ത് കിടക്കാമെന്ന് അയാൾ ചിന്തിക്കുമ്പോൾ അവിടുത്തെ കുറച്ച് അടയാളങ്ങൾ കണ്ടിട്ടാണ് അയാൾക്ക് മനസ്സിലാകുന്നത്. അതായത് സിദ്ധാർത്ഥ് ഭരതൻ അവിടെ കുറച്ച് വട്ടം വരച്ചു വെച്ചിട്ടുണ്ട്. മാത്രമല്ല അയാൾ ആകാശത്തോട്ട് നോക്കും, അതായത് ആനന്ദ് ആകാശത്തേക്ക് നോക്കുമ്പോൾ കാക്കകൾ വട്ടത്തിൽ പറക്കുന്നതാണ് കാണുന്നത്. കാക്കകൾക്ക് പുറത്ത് കിടക്കുന്നത് അവരും വട്ടത്തിൽ പറന്നിട്ടാണ് അവർ ഈ ലൂപ്പിൽ നിന്ന് കടക്കുന്നത്. അപ്പം ഇദ്ദേഹത്തിന് അങ്ങനെയാണ് മനസ്സിലായത്, വട്ടത്തിൽ നടന്നാൽ മാത്രമേ ഈ ലൂപ്പിന് പുറത്ത് കിടക്കാൻ സാധിക്കുള്ളൂ എന്ന് പറയുന്നത്. പിന്നെ ഒരു സംശയമുണ്ട്, ഈ തുടക്കത്തിൽ ഒരു വെടി വെക്കുന്നുണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ അത് 2024 ആ വെടിവെപ്പ് നടന്നിരിക്കുന്നത്. ആ വെടിവെപ്പ് നടന്നിരിക്കുന്നത് 2045-ലാണ്. 2045 അതിന് ശേഷമോ കഴിഞ്ഞ സമയത്താണ് ഈ പെൺകുട്ടികൾ അവിടെ ഒരു വെടിവെപ്പ് നടത്തിയത്. ആ വെടിവെപ്പ് നടന്ന സമയത്ത് ടൈം ലൂപ്പിൽ പെട്ടിരിക്കുന്നവർ തന്നെയാണ് ആ ശബ്ദം കേട്ട് അല്ലെങ്കിൽ രക്തം ചൊരിഞ്ഞ് വീണ്ടും ലൂപ്പിലേക്ക് അകപ്പെട്ടത്. ഈ പെൺകുട്ടിയും ആ ലൂപ്പിൽ അകപ്പെട്ടെങ്കിലും ഏതോ ഒരു സാഹചര്യത്തിൽ ലൂപ്പിന് വെളിയിൽ വന്ന് വെളിയിലേക്ക് ഓടി വരികയാണ് ചെയ്തത്. അങ്ങനെയാണ് നമ്മുടെ അസ്കർ അലിയുടെ മുന്നിൽ വരികയും അസ്കർ അലി മടിയിൽ കിടത്തി പെൺകുട്ടിയെ മടിയിൽ കിടത്തി നോക്കിക്കഴിഞ്ഞപ്പോൾ തൻ്റെ മകളാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അവളുടെ ഫോണിൽ നോക്കുമ്പോൾ ആ ഡേറ്റ് കാണിക്കുന്നത് മെയ് 26 അദ്ദേഹത്തിന് ആ ടൈമിലെ ഫോണിൽ കിടക്കുന്ന വാൾപേപ്പറിൽ അസ്കർ അലി വളരെ പ്രായം ചെന്നിട്ടുമാണ് കാണുന്നത്. അതായത് ഏകദേശം 10-25 വർഷം കഴിഞ്ഞിട്ടുണ്ട്. അതായത് 2045 ആ പെൺകുട്ടി ജീവിക്കുന്നത്. എന്നാൽ അസ്കർ അലി ജീവിക്കുന്നത് 2024. അതുപോലെ തന്നെ നമ്മുടെ അസീം ജമാൽ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ, പോലീസിൻ്റെ SI ആയിട്ട് വരുന്ന ക്യാരക്ടർ, ഇദ്ദേഹം ടൈം ലൂപ്പിൽപ്പെട്ട് മരണപ്പെടുകയും എന്നാൽ വീണ്ടും ലൂപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവിടെ തന്നെ തുടരുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇദ്ദേഹം രക്ഷപ്പെടുന്നത് ഈ സിനിമയിൽ കാണിച്ചിട്ടില്ല, ടൈം ലൂപ്പിൽ രക്ഷപ്പെടുന്നത് കാണിച്ചിട്ടില്ല. മേ ബി അടുത്ത സിനിമയിൽ അല്ലെങ്കിൽ 2ാമത്തെ അധ്യായത്തിൽ അസ്കർ അലി നമ്മുടെ ഈ SIനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് 2024 ഇദ്ദേഹം ജോയിൻ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ വീണ്ടും അസ്കർ അലിക്ക് അസീം ജമാലിനെ കാണാൻ സാധിക്കുന്നത്. എനിവേ കുറേ ഡൗട്ടുകൾ ഈ സിനിമ കണ്ടപ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ഫൈനലായിട്ട് നമ്മുടെ രാജാവ്, അതായത് പ്രഭു, ഈ ലൂപ്പിൽ നിന്ന് പുറത്തു വരുന്ന തരത്തിൽ വഴിയുടെ അടുക്കൽ വന്ന് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അയാൾ 2024 പ്രവേശിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് സർവേ ചെയ്യാൻ സാധിക്കത്തില്ല. അയാളുടെ ടൈം ലൈനിലായിരിക്കുമ്പോഴാണ് അയാൾ പുറത്തിറങ്ങുന്നതെങ്കിൽ മാത്രമേ അയാൾക്ക് സർവേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്തുകൊണ്ടാണ് സിദ്ധാർത്ഥ് ഭരതൻ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു പക്ഷേ അയാളും ഇതിനു വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നത്. സെയിം ടൈം ലൈനിൽ ആയിരിക്കുന്ന സമയത്ത് പുറത്ത് കിടന്നാൽ മാത്രമേ സർവേ ചെയ്യാൻ പറ്റുകയുള്ളെന്ന് അയാൾക്ക് തോന്നിയിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ ഈ ലൂപ്പ് അവസാനിപ്പിച്ചിട്ടേ ഇറങ്ങുന്നുള്ളെന്ന് അയാൾ തീരുമാനിച്ചിട്ടുണ്ടാവാം. അയാൾക്ക് മാത്രമേ ഈ ലൂപ്പ് അവസാനിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ബോധ്യം അയാൾക്ക് വ്യക്തമായിട്ടുണ്ട്. ഇതിൽ അസീം ജമാലിനെ മരിച്ചതായിട്ട് അസീം ജമാലിൻ്റെ ഫോണിലേക്ക് തന്നെ വിളിക്കുമ്പോൾ മറ്റേ തമിഴ്നാട് SI പറയുന്നുണ്ട്, ഇതുപോലെ ഡെഡ് ബോഡി കിടപ്പുണ്ട്, അതിൽ അശോക് MS എന്നാണ് എഴുതിയിരിക്കുന്നത്, SI അശോക് MS എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അശോക് MS തന്നെയാണ് ആ ഫോൺ എടുക്കുകയും ചെയ്തിരിക്കുന്നത്. അടുത്തായിട്ട് ആരുണ്ട്, അസ്കർ അലി നിപ്പുണ്ട്. അപ്പോഴേക്കും റെജി പിണങ്ങി പോവുകയും ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഓൾറെഡി വന്നു, ലൂപ്പിനകത്ത് പെട്ടു, അവരന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് മറ്റേ കൊലപാതകികളുമായിട്ട് മറ്റേ കള്ളന്മാരുമായിട്ട് അവരെ ആക്രമിച്ചു, ഈ അസീം ജമാലിനെ കൊല്ലുകയും ചെയ്തു. അതിനുശേഷം എപ്പോഴോ വെടി പൊട്ടുകയോ അല്ലെങ്കിൽ രക്തച്ചൊരിച്ചിലുണ്ടാവുകയോ ചെയ്തപ്പോൾ വീണ്ടും ലൂപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഇവർ വീണ്ടും ആദ്യം മുതൽ വരാൻ തുടങ്ങി. അവിടെ ഓൾറെഡി അസീം ജമാൽ ആദ്യത്തെ ലൂപ്പിലെ ആൾ മരിച്ച് അവിടെ കിടപ്പുണ്ട്. എന്നാൽ 2ാമത്തെ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അസീം ജമാലും അസ്കർ അലിയും
റെജിയും വീണ്ടും ഇവിടെ നിന്ന് വഴക്കുണ്ടാക്കുന്നു. റെജി പിണങ്ങിപ്പോകുന്നു. ആ രണ്ടാമത്തെ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ആ മരത്തിൻ്റെ അടുക്കൽ ഇയാൾ മരിച്ചു കിടക്കുന്നത് കണ്ടതായിട്ട് പറയുന്നത്. ഇതുപോലെ തന്നെ അസ്കർ അലിയെ രണ്ട് അസ്കർ അലിയെ ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഒരു അസ്കർ അലിക്ക് മാത്രമേ മനസ്സിലാവുന്നുള്ളൂ ഇത് ലൂപ്പാണെന്നും ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുള്ളത്. കാരണം അവസാനം ഉണ്ടാകുന്ന ലൂപ്പിലെ ആൾക്ക് ഇത് മനസ്സിലാവണമെന്നില്ല. ഒരു ലൂപ്പ് കഴിഞ്ഞ് അല്ലെ രണ്ടാമത്തെ ലൂപ്പ് കഴിയുമ്പോഴാണ് ഇയാൾക്ക് ഇത് മനസ്സിലാകുന്നത്. അപ്പം രണ്ടാമത്തെ ലൂപ്പ് അല്ലെങ്കിൽ മൂന്നാമത്തെ, അത് എത്രാമത്തെ ലൂപ്പാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എപ്പോഴും ആ ലൂപ്പ് കഴിഞ്ഞ് ഇയാൾക്ക് മനസ്സിലായി. അപ്പോൾ അയാൾ നോക്കുമ്പോഴാണ് കാണുന്നത് അവിടെ നിന്ന് അസ്കർ അലിയും അസീം ജമാലും ഓടി വന്നിട്ട് റെജിയെ ഈ ചെള്ളയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ചതുപ്പിൽ നിന്ന് വലിച്ചുയർത്താൻ ശ്രമിക്കുന്നു. റെജി തിരിഞ്ഞ് നോക്കുന്നുമുണ്ട്. ഈ അസ്കർ അലി സ്വയം വെടിവെച്ച് മരിക്കുന്നുണ്ട് അതിനകത്ത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1994 ടൈം ലൈനിലേക്ക് തൻ്റെ അച്ഛനെ പറഞ്ഞു വിട്ടു. അപ്പോൾ അസ്കർ അലി അവിടെ ജനിക്കുകയും ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ മരിച്ചെന്ന് പറഞ്ഞാലും അവിടെ ജനിച്ച് അവിടെ തന്നെ ജീവിക്കാൻ അയാൾക്ക് സാധിക്കും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഓൾറെഡി അവിടെ ഒരു ലൂപ്പിൽപ്പെട്ട ഒരാളും കൂടെ അവിടെ ഉണ്ട്. അസ്കർ അലി തന്നെ വീണ്ടും അവിടെ ഉണ്ട്. ആ രണ്ടാമത്തെ ലൂപ്പിലെ ആൾക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ അതിന് അടുത്ത അധ്യായത്തിലായിരിക്കും, പറയാൻ പറ്റില്ല, ഈ അസീം ജമാലിനെ രക്ഷിക്കുന്ന സീൻ ഉണ്ടാവും ഉറപ്പായിട്ടും. അതുകൊണ്ടാണ് അടുത്ത സീനിൽ അടുത്ത 2024 വന്നപ്പോൾ വീണ്ടും എസ് ഐയെ കാണാൻ സാധിച്ചിരിക്കുന്നത്.